السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على سيدنا محمد عظم في علم الله صلاة دائمة بدوام الكلا. ഏറ്റവും സ്നേഹം ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പലപ്പോഴും പല വിഷയങ്ങളിലായി എപ്പോഴും സംസാരിക്കുന്നത് കൊണ്ട് ഒരുപാട് എൽമുകൾ മനസ്സിലാക്കി തരിക എന്നതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും അതൊന്ന് ചിന്തിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എൽമുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിൻ്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവണം. അത് പഠിപ്പിക്കുന്ന ആലിമീങ്ങളും ഇവിടെ ഉണ്ടാവണം. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ആലിമീങ്ങളൊക്കെ വലിയ പണ്ഡിതന്മാരും അല്ലാത്ത സാധാരണക്കാരൊക്കെ ചില വിഷയത്തിൽ വലിയ ആളുകളായിട്ടുണ്ട് എങ്കിൽ ഞാനാണ് ഇവിടെ എല്ലാം ചെയ്യുന്നവൻ, ഞാനാണ് വലിയവൻ, എന്നെക്കാൾ വലിയവൻ ഇല്ല എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ചില ആളുകൾ വന്നാൽ അങ്ങനെ ഒരിക്കലും ഒരു സത്യവിശ്വാസിയുടെ കൽബിൽ എല്ലാം എനിക്കറിയുമെന്ന ചിന്ത ആർക്കും ഉണ്ടാകാൻ പാടില്ല. കാരണം എല്ലാം എനിക്കറിയും, നിങ്ങളെക്കാൾ എനിക്കാണ് അറിയൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെക്കാൾ വലിയവനാണ്, എന്നെ ബഹുമാനിക്കണം, ഞാൻ വലുത് എന്ന് ചില സാധാരണക്കാരിൽപ്പെട്ട ആളുകൾ പോലും ചെയ്യുന്നവർ കാണാം. ചില ആളുകളുണ്ടാവും എന്നെ ബഹുമാനിക്കണം, ഞാനാ വലുത് എന്നൊക്കെ ചിന്തിക്കുന്നൊരു മനസ്സിൻ്റെ ഉള്ളിൽ, ഓരോരുത്തരുടെ മനസ്സിൽ ഞാനാ വലുത് എന്ന്, എന്നെ എല്ലാവരും ആദരിക്കണം, ബഹുമാനിക്കണം എന്നൊരു ചിന്തയും കൽബിൽ വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ മറ്റവനേക്കാൾ താഴ്ത്തിക്കാണ്, മറ്റവനെ വലിയ താഴ്ത്തിയിട്ട് ഞാനാ വലിയവൻ എന്നുള്ള ചിന്തയും അതുപോലെ തന്നെ വലിയ ആളായി കാണുകയും എന്താണ് അതിനെ സംബന്ധിച്ച് എന്ത് പറയുന്നു? ഇവിടെ ആരെക്കാൾ വലിയവൻ ആരുമല്ല. ഇവിടെ പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിച്ചിട്ടുണ്ട് എങ്കിൽ അറിവുകളിൽ സമൂഹത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ് വേണ്ടത്. ആ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചില ആലിമീങ്ങൾ, വലിയ മഹാന്മാരായ ആലിമീങ്ങൾ ഉണ്ടാകും. അവരാരും പഠിച്ചുകൊണ്ട് ഞാൻ വലിയ ആളാണെന്ന് ഒരിക്കലും ആരും പറയൂല. എത്തരത്തിൽ വലിയ പണ്ഡിതന്മാരുണ്ട്, അവരാരും ഞാൻ ആ വലിയവൻ ഒരിക്കലും പറയൂല, അങ്ങനെ പറയുകയില്ല, അവനത്തെ മനസ്സ് തന്നെ വരികയില്ല. അങ്ങനെയുള്ള വലിയ മഹാന്മാരായ ആലിമീങ്ങൾ, അങ്ങനെയുള്ള വലിയ പണക്കാരുമുണ്ട്, വലിയ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. എന്നാൽ ചില ആളുകളുണ്ട് കുറച്ചറിയെങ്കിൽ ഞാൻ വലുത് അറിയുന്ന പോലെ ആക്കിയിട്ട്, അല്ലെങ്കിൽ ഞാൻ വലിയ പണക്കാരൻ, ചെറിയ പണക്കാരൻ, ഞാൻ ആ വലിയ പണക്കാരൻ എന്ന് മനസ്സിലാക്കുന്ന ചില ആളുണ്ട്. എന്നെല്ലാവരും കാണും ബഹുമാനിക്കണം, ഞാനാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ കൽബിലേക്ക് അങ്ങനത്തെ ഒരു മനസ്സ് വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാളുടെ മനസ്സിൽ ഞാനാ വലുത് എന്നുള്ള അഹങ്കാരവും കിബറും വിദ്വേഷം വന്നു കഴിഞ്ഞാൽ, മറ്റവനേക്കാൾ വലിയതായിട്ട് കാണണം, ജനങ്ങളും എന്നെ വലുതായിട്ട് കാണണം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അത് അപകടമാണ്. അത് അപകടം തന്നെയാണ്. കാരണം കിബിറ് ഒരാളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, ആ കിബിറ് വന്നു കഴിഞ്ഞാൽ അൽ കിബിർ സഫീറുൽ കുഫർ എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. ആ കുഫറിലേക്ക് പോലും എത്തുന്ന ഒരു അംബാസിഡർക്കാരായി മാറാൻ കഴിയും കിബിർ വന്നു പോയാൽ. അള്ളാഹു നമ്മൾ അങ്ങനത്തെയുള്ള രോഗത്തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾക്കൊക്കെ ഒന്ന് അങ്ങനത്തെ ഒരു ഒറ്റ അറിവില്ല റഹ്മാനെ. നമ്മൾ അറിയുന്ന കാര്യം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹ്. അല്ലാണ്ട് ഒരാൾക്കും ഞാൻ ആ വലുതെന്നുള്ള കിബിറും അഹങ്കാരം വിദ്വേഷം ഒരാൾ കൽബിലും ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, ലാ യദ്ഖുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. ഖാല റജുലുൻ ഇന്ന അർ-റജുല യുഹിബ്ബു അൻ യകൂന തൗബുഹു ഹസനൻ വനഅലുഹു ഹസനതൻ. ഖാല ഇന്ന അല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല അൽ കിബ്റു ബത്റുൽ ഹഖ് വഗമത്തുൻ നാസ്. മുസ്ലിമിന്റെ ഹദീസിൽ പറഞ്ഞതാണ്. സ്വർഗത്തിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാളെ കൽബിൽ ഒരു അണിമണി തൂക്കം കിബിർ, ധിക്കാരം ഹൃദയത്തിലുള്ളവർ അവർ സ്വർഗത്തിൽ കിടക്കുകയില്ല. അതാണ് ആരാണ് സ്വർഗത്തിൽ കിടക്കാന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ കടക്കാതെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലാ യദ്ഖുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. അപ്പോൾ ഒരു അണിമണി തൂക്കത്തിൻ്റെ അഹങ്കാരം ധിക്കാരും ഒരാളെ മനസ്സിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തേക്ക് കടക്കൽ പ്രയാസമാണ്. അപ്പോൾ അള്ളാഹു താനെ സൃഷ്ടിച്ച ഖാലിഖീങ്ങളെ, അള്ളാഹു ഖാലിഖാണ്, ഈ ഇത്രയും കാണുന്ന മഖ്ലൂഖീങ്ങളൊക്കെ അള്ളാഹു ഖാലിഖാ റബ്ബ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ ആരും വലിയവനൊന്നും അല്ല. അങ്ങനത്തെ ഒരു അഹങ്കാരവും വിദ്വേഷവും ആർക്കും ഉണ്ടാകാൻ പാടില്ല. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വർഗത്തേക്ക് വരാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്, നമ്മളൊക്കെ സ്വർഗത്ത് കിടക്കേണ്ടവരാണ്. ആ സ്വർഗത്ത് കിടക്കുന്ന നമ്മൾ തന്നെ ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, ചിലക്ക് നല്ല കഴിവുണ്ടാകും, വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകും, ചിലക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും. എല്ലാ മനുഷ്യന്മാരനല്ലപ്പാ. അപ്പോൾ ഓനിക്കിട്ടേ ഓർക്കൊന്നും എന്നെ പോലും അറിയില്ലേ, ഓനൊക്കെ ചെറുവാക്ക്
എനിക്കെല്ലാം അറിയും, അവനേക്കാൾ എനിക്കറിയും എന്നുള്ള ഒരു ജനങ്ങളെ മുമ്പിൽ പുച്ഛിച്ചിരുകയും നിസാരമായി കാണുന്ന ഏതൊരാളെയും, ഏത് സാധാരണക്കാരനായാലും ആലിമീങ്ങളിൽപ്പെട്ടായാലും അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ പുച്ഛിച്ചിരുകയും നിസാരമാക്കി കാണുകയും ചെയ്യുക. അതുപോലെ തന്നെ ഞാനാ വലുത് എന്നുള്ള അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അത് കിബറിൻ്റെ ലക്ഷ്യമാണ്. അള്ളാഹു അങ്ങനത്തെ മരുന്നുകൾ, അങ്ങനത്തെ രോഗങ്ങൾക്ക് ആർക്കും തരാതിരിക്കുമാകട്ടെ. നമ്മൾ ആരും പണ്ഡിതം, നമ്മളെ ആലിമീങ്ങൾ ഉസ്താദുമാർ അങ്ങനെ പഠിപ്പിച്ചിട്ടേ ഇല്ല. നമ്മൾ വലിയ എത്രയോ ഫന്നറിയുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, മരിച്ചുപോയ മഹാന്മാരായ താജുല്ലുലമ, സംസുല്ലുലമ, വലിയ മഹാന്മാർ, അവരാരും ഇങ്ങനത്തെ ഒരു അഹങ്കാരവും വിദ്യട്ടോ അവരെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചിട്ടേ ഇല്ല. അവരൊക്കെ വലിയ ഇൽമിൻ്റെ ബഹറികളാണ്. മഹാനായ സംസുല്ലുലിനെ അറിയാത്ത ലോക പണ്ഡിതരല്ലേ? ആരുമില്ല. മഹാനായ താജുല്ലുലിനെ അറിയാത്ത ആരുമില്ല. മഹാനായ കൻസുല്ലുലിനെ അറിയാത്തവരുണ്ടോ? മഹാനായ നൂറുലുലുമ, അങ്ങനെയൊക്കെന്ന മഹാന്മാരൊക്കെയും ഇൽമിൻ്റെ ബഹറായിരുന്നു, അത്രയും പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും അവർ പഠിക്കാത്ത ചെറിയ താരികളെ പോലെയായിട്ട് അതും ബഹുമാനത്തോടെ അവരുണ്ടായിരുന്നത്. അതാണ് ആലിമീങ്ങൾ. അങ്ങനെയുള്ള മഹാന്മാർ, അവർക്കൊന്നും കിബിറ് അഹങ്കാരമൊന്നും അവർ തൊടാൻ പോവുകയോ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. അങ്ങനത്തെ മഹാന്മാരുടെ ബർക്കത്ത് അല്ലാഹു തിരുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ഞാൻ വലുത് എന്നുള്ള ചിന്തയും ജനങ്ങളുടെ മുമ്പിൽ നിസാരമായി കാണിക്കുന്ന ഒരു പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കിബറിൻ്റെ ഒരണിമണി തൂക്കം നിന്റെ മനസ്സിൽ ധിക്കാരങ്ങളോ അല്ലെങ്കിൽ കിബറോ ഹൃദയത്തിൽ വന്നുപോയാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഷ്ടമാണ്, കൊടുക്കുകയില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഒരു പുരുഷൻ ഇന്നർ റജുലു ഒരു പുരുഷൻ യുഹൈബു ഒരു പുരുഷൻ ചോദിച്ചു. എന്താണ്? ഒരാളും ചോദിക്കുകയാണ്, യുഹൈബ് അയ്യക്കൂന സൗബുഹാസൻ, എനിക്ക് നല്ല ഡ്രസ്സ് ഇടാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് നല്ല ഡ്രസ്സ് ഇട്ട് നടക്കണം. ഒരാളും ചോദിക്കുകയാണ്, ചെരുപ്പും അതുപോലെ തന്നെ ഹസനൻ ഒരാരുഹു ഹസനൻ, ചെരുപ്പും നല്ലതായി കാണലും അതുപോലത്തെ വസ്ത്രം നല്ലതായി കലത് കിബറിൻ്റെ ലക്ഷ്യമാണോ? കാലാ. അപ്പോൾ റസൂല പറയുന്നത്, ഇന്നല്ലാഹു യുഹിബ്ബുൽ ജമാല, അള്ളാഹു ഭംഗി ഇഷ്ടപ്പെടുന്നുണ്ട്. ഭംഗിയൊന്നും കിബറല്ല. ഭംഗിയാ ഒരു ചെരുപ്പ് നല്ല ധരിപ്പിക്കലും അതൊന്നും കിബറിൽപ്പെട്ടതല്ല. അതുപോലെ നല്ല വാഹനത്തിൽ പോകലോ അതും കിബറല്ല. കിബർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? അവൻ്റെ മനസ്സിൽ ഞാനാ വലുത് എന്നുള്ള ധിക്കാരവും അതുപോലെ മറ്റൊരാളെ ഞാൻ പൂജിച്ച് ഞാനാ വലുത് എന്നുള്ള നടക്കുക, അതൊക്കെ കിബറിൽ പറയുക. അല്ലാണ്ട് നല്ല വസ്ത്രം ധരിച്ച് നടക്കുക, നല്ല കാറിൽ പോകുക, അതൊന്നും കിബറിൽ പെടൂല. അതൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ കിബറിന് ലക്ഷ്യമാണ്. എന്നിട്ട് പറയുന്നു യുഹിബ്ബുൽ ജമാല, അതുപോലെ തന്നെ അള്ളാഹു ജമാൽ ഭംഗി ഇഷ്ടപ്പെടുന്നതല്ലേ. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല ഡ്രസ്സ് ഇട്ട് ധരിക്കാൻ അള്ളാഹുക്ക് ഇഷ്ടമാണ്. ഭംഗിയാണല്ലോ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഭംഗി വേണമല്ലോ, ശുദ്ധി ഉണ്ടാവണമല്ലോ. അപ്പോൾ ഈ അല്ലാഹു തആല ഭംഗിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ വസ്ത്രം നല്ലതാവും, ശുദ്ധി ഇഷ്ടപ്പെടും, ചെരുപ്പ് നല്ലതൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതല്ലാത്ത ഓൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള മിസ്കാൽ വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കിബിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബത്തറുൽ ഹഖി വഗമത്തുൻ നാസ്, അതാണ് കിബിർ. അല്ലാണ്ട് ഇത് ഡ്രസ്സ് ധരിക്കൽ, നല്ല ചെരുപ്പ് ധരിക്കൽ, നല്ല ഇതൊക്കെ നല്ല ഭംഗിയായി വാച്ച് ധരിക്കൽ, ബോധം ധരിക്കൽ, അതൊന്നുമല്ല. അത് കിബിറിൽ പെടുകയില്ല. കിബിർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിബിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ സത്യത്തെ ധിക്കരിച്ച് കളയാണ്. അതാണ് ബത്തറുൽ ഹഖ്. അവൻ സത്യത്തെ എന്ത് പറഞ്ഞാലും സത്യത്തെ ജനങ്ങൾ ഉച്ചമായി കാണുകയും സത്യത്തെ അവൻ ബാത്തിലായി കാണുകയും ചെയ്യുന്ന ആളുകളാണ്. അവനെന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് ശരി, നിങ്ങളത് തെറ്റ്, ഞാനാണ് പറയേണ്ടത്, നിങ്ങളാര് ഇതൊക്കെ പറഞ്ഞ് ഈ പറയുന്നവന് വെച്ചോ തെറ്റുകാരനായിരിക്കും എന്ന് ഓമില്ല ആളായി കാണുക. ഇതൊക്കെയാണ് കിബിറിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നത്. അങ്ങനത്തെയുള്ള ആളുകൾ സ്വർഗത്തിൽ കടക്കാൻ പ്രയാസമുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള രോഗത്തെ തൊട്ട് നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഡ്രസ്സ് ധരിക്കലോ, വാഹനത്തിൽ പോകോ, നല്ല കണ്ണട ധരിക്കലോ, തലപ്പാവ് ധരിക്കലോ, നല്ല വസ്ത്രം ധരിച്ച് നല്ല ശുദ്ധിയിൽ പോകലോ, അതൊന്നും കിബിറിൻ്റെ ലക്ഷണമല്ല, കിബിറുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. കിബിർ എന്ന് പറഞ്ഞാൽ അവരെന്താണ്? കിബിറു എന്താണ് പറഞ്ഞില്ലേ? ബത്തുൽ ഹഖി വഗമത്തുൻ നാസ്, ഇതിൽ കിബിറിൽപ്പെട്ടതാണ്. ഒരു അണിമണി തൂക്ക് നേരത്തെ പറഞ്ഞല്ലോ, അവൻ്റെ കൽബിൽ ഞാനാവിൽ നിന്ന് ധിക്കാരവും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കിബിറിൽ ലക്ഷ്യമാണ്. അല്ലാണ്ട് ഡ്രസ്സും കാര്യം വണ്ടിയും ഒന്നും അത് കിബിറിൽപ്പെടുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ആലിമീങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി കുശാലിനടുത്ത് നൂറെ മദീനക്ക് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്നോട് ദുആരക്കാൻ വേണ്ടി അല്ലാഹു തആല ആ സ്ഥാപനത്തിൽ ഹാഫിളീങ്ങളായി വരുന്ന ഒരുപാട് ആലിമീങ്ങൾ ഹാഫിളീങ്ങളായി വരുന്ന സ്ഥാപനത്തെ സഹായിച്ചവരുണ്ട്. അല്ലാഹുക്ക് ഖൈറും ബർക്കത്തും നൽകട്ടെ. അവരുടെ വീട്ടിലേക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം, പോയി കാണുകയും വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൊടക് ജില്ലയിലാണ്, കുശാലിനടുത്താണ് നൂറെ മദീന വലിയ സ്ഥാപനം ആയി വരണം. ഹാഫിളീങ്ങൾ അല്ലാഹുവിൻ്റെ ഖുർആൻ മനഃപ്പാഠമാക്കുന്നത് മാത്രമാണ് അവിടെ. അത് വലിയ സ്ഥാപനമായി കാണണം. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം, സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.